ഇന്നും ഞാൻ പതിവ് പോലെ എൻ്റെ പ്രിയപ്പെട്ട ചീനച്ചട്ടിയോടൊപ്പമാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ ആദ്യം തന്നെ ഉപ്പേരിയെല്ലാം ഉണ്ടാക്കിയത് വീട്ടിൽ. ആദ്യം ചോറും കറിയൊക്കെ ആയി. ഇത് ഉച്ചത്തെ ഭക്ഷണമാണ് ഞാൻ കാണിക്കുന്നത്. ചോറും കറിയായി. ആ ചോറും കറി വെക്കുന്ന നേരത്തെ എൻ്റെ ചേച്ചിയും മക്കളും കൂടി വന്നിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കറിയായി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇനി 11:30 ആയി സമയം. അപ്പോഴേക്കും വേഗം ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബീൻസ് ഉപ്പേരിയാണ് വെക്കുന്നത്. ബീൻസ് ഉപ്പേരി എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല നാരുള്ള ഭക്ഷണമാണ് ബീൻസ് എന്നാ പറയുക. നല്ലതാണത് ബീൻസ്. അപ്പോൾ ഞാൻ അതിൽ വെക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റിയ ശേഷം അത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നേരെ സിമ്മിൽ അടച്ചു വെച്ച് വേവിക്കുക ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നാളികേരം കുറച്ചിടാം. നാളികേരം ഞാൻ കുറച്ചെന്ന് തന്നെ ഇട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നാളികേരത്തിന് ഭയങ്കര വിലയാണല്ലോ. പിന്നെ മീൻ വറക്കാൻ മീനൊക്കെ റെഡിയാക്കി അതിലെ മുളകൊക്കെ വരട്ടിയപ്പോഴേക്കും സ്വന്തമായിട്ട് വന്നു. ഭക്ഷണം കഴിക്കാറായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താ വയറ്റിൽ കോഴിക്കൂട്ടിയോ ഇപ്പം അങ്ങോട്ട് കഴിച്ചു പോയല്ലേ ഉള്ളൂ. ആ ധൃതിയിൽ ഞാൻ അറിയാതെ പോയിട്ട് ചീനച്ചട്ടിയെ പിടിച്ചു. കൈ പൊള്ളി. പക്ഷെ അതൊന്നും നോക്കാനുള്ള നേരമില്ല. ഞാൻ വേഗം മീൻ അതിലൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീനിൻ്റെ തല എടുക്കട്ടോ. മുള്ളൻ്റെ തല എടുക്കും. നല്ല ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ ഞാൻ കഴിച്ചിരുന്നു. ഇപ്പം ഞാൻ നോൺ കൂട്ടാത്തതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ മക്കൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ പഴയ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാവും അത്. ഇന്നത്തെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാലേ അമ്മമാരോടൊന്ന് പറയുകൊണ്ടു കേട്ടോ. അമ്മേ ഒന്ന് മീൻ വറക്കുമ്പോൾ മുള്ളൻ വറക്കുമ്പോൾ 2 തല ഇടുകൊണ്ടു. ഒരു വ്ളോഗിൽ ഒരു ചേച്ചി പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ സോറി ചേച്ചിന്ന് വേണ്ട, എന്നെ പൊങ്കാല ഇടും ആൻറ്റി പറയുന്നത് കേട്ടു. ഇങ്ങനെ ഇടാമെന്ന് പറഞ്ഞു നോക്ക് കേട്ടോ. മുള്ളൻ വറുത്ത് കഴിയേണ്ട താമസം ആള് ടേബിളിൽ സ്ഥലം പിടിച്ചിരുന്നു. ഞാൻ പിന്നെ വേഗം നിൽക്കാതെ തന്നെ ആൾക്ക് വേഗം ഭക്ഷണമൊക്കെ കൊടുത്തു. കറി ഉപ്പേരിയും മീൻ വറുത്തതും ഒക്കെ ആയി ഭക്ഷണം കഴിച്ചു.